പൂജാവേദിയിൽ തിരികൾ തെളിയുകയാ, ത്യാഗമായി തീരാ കുഞ്ഞാടൊരുങ്ങുകയാ, ജീവിത താലവുമായി നിൽക്കാ, തിരുമൊഴി കാഴ്ചയണച്ചീട, അനുരഞ്ജിതരാകാ, താതനു ബലിയാകാ. പൂജാവേദിയിൽ തിരികൾ തെളിയുകയാ, ത്യാഗമായി തീരാ കുഞ്ഞാടൊരുങ്ങുകയാ, ജീവിത താലവുമായി നിൽക്കാ, തിരുമൊഴി കാഴ്ചയണച്ചീട, അനുരഞ്ജിതരാകാ, താതനു ബലിയാകാ, അനുരഞ്ജിതരാകാ, താതനു ബലിയാകാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ ഏറ്റവും ഉത്സാഹത്തോടുകൂടെ കാത്തിരുന്നു കൊണ്ട്, ഏറെ ഉത്സാഹത്തോടുകൂടെ പ്രതീക്ഷിച്ചുകൊണ്ടോ അവനെ വരവേൽക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് നമ്മളെ തന്നെ കർത്താവിൻ്റെ രക്ഷയേകുന്ന ഈ ബലിപീഠത്തെങ്കിലേക്ക് സമർപ്പിക്കാം. ആഗതനാകുന്ന ഉണ്ണി യേശുവിനെ നല്ലൊരു ഹൃദയമാകുന്ന പുൽക്കൂടിലേക്ക് സ്വീകരിക്കുവാനും നക്ഷത്രമാകുന്ന നമ്മുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കുവാനും, ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ മാധുരമാകുന്ന സ്നേഹ സാന്നിധ്യം മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കുവാനുമൊക്കെയായി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മളെ തന്നെ കർത്താവിൻ്റെ രക്ഷയേകുന്ന ഈ ബലിപീഠത്തെങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിൽ വിശുദ്ധ കുർബാനയിലൂടെ ആഗതനാകുന്ന ആ ഈശോയെ ഇന്ന് ഈ ദിവ്യ കുദാശയിലൂടെ സ്വീകരിക്കുവാനായിട്ട് ഞാൻ യോഗ്യനാണോ എന്ന് നമ്മൾ തന്നെ കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളും കുറവുകളും കർത്താവിൻ്റെ കാരുണ്യത്തിന് കീഴിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ കരുണയായിരിക്കണമേ എന്ന് വിളിച്ചപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അപേക്ഷിക്കുന്നു, അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ സദയം കേൾക്കണമേ. ഞങ്ങളുടെ മാംസം ധരിച്ച് അങ്ങേ ഏകജാതൻ്റെ വരവിൽ ആഹ്ലാദിക്കുന്നവർ അവിടുന്ന് തൻ്റെ പ്രതാപത്തിൽ വരുമ്പോൾ നിത്യജീവൻ്റെ സമ്മാനം നേടുവാൻ ഇടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്
കർത്താവ് ആഹാസിനോട് അരുളി ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ആഹാസ് പ്രതിവചിച്ചു, ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. അപ്പോൾ യെശയ്യാ പറഞ്ഞു, ദാവീദിന്റെ ഭവനമേ ശ്രദ്ധിക്കുക. മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് പ്രവേശിക്കട്ടെ, അവിടുന്നാണ് മഹത്വത്തിന്റെ രാജാവ്. കർത്താവ് പ്രവേശിക്കട്ടെ, കർത്താവ് പ്രവേശിക്കട്ടെ, അവിടുന്നാണ് മഹത്വത്തിന്റെ രാജാവ്. അവിടുന്നാണ് മഹത്വത്തിന്റെ രാജാവ്. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിന്റെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. കർത്താവ് പ്രവേശിക്കട്ടെ, കർത്താവ് പ്രവേശിക്കട്ടെ, അവിടുന്നാണ് മഹത്വത്തിന്റെ രാജാവ്. അവിടുന്നാണ് മഹത്വത്തിന്റെ രാജാവ്. കർത്താവിന്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും. കർത്താവ് പ്രവേശിക്കട്ടെ, കർത്താവ് പ്രവേശിക്കട്ടെ, അവിടുന്നാണ് മഹത്വത്തിന്റെ രാജാവ്. അവിടുന്നാണ് മഹത്വത്തിന്റെ രാജാവ്. അവന്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവരാണ് യാക്കോബിന്റെ ദൈവത്തെ തേടുന്നത്. കർത്താവ് പ്രവേശിക്കട്ടെ, കർത്താവ് പ്രവേശിക്കട്ടെ, അവിടുന്നാണ് മഹത്വത്തിന്റെ രാജാവ്. അവിടുന്നാണ് മഹത്വത്തിന്റെ രാജാവ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പസ്തോലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിൻ്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത്. ഈ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. അവൻ ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനുമാണ്. അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായി റോമായിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടുകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട.
അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നും ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കറിയാവുന്നതുപോലെ ക്രിസ്തു ജയന്തി അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് നമ്മൾ ഏറ്റവും അടുത്തിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ ഒരുക്കത്തിൻ്റെ തിരക്കുകളാണ്. പുൽക്കൂട് കെട്ടുവാനായിട്ടും നക്ഷത്രങ്ങൾ കെട്ടിത്തൂക്കുവാനായിട്ടും ഒപ്പം തന്നെ മധുര പലഹാരങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുക്കം അതുപോലെ ഓർഡർ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ യേശുവിനെ ഈ ലോകത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ടും ഒപ്പം തന്നെ അവനെ കാവൽക്കാരനായിരിക്കുവാനായിട്ടൊക്കെ എപ്രകാരമാണ് അവൻ്റെ മാതാപിതാക്കളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നും ഈ ദിവസങ്ങളിലെ സുവിശേഷങ്ങളിലൂടെ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. ഇന്ന് സുവിശേഷത്തിലൂടെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ അനുസ്മരിക്കുമ്പോൾ, അതുപോലെ തന്നെ വചന വിചിന്തനം ചെയ്യുമ്പോഴെല്ലാം നമുക്ക് ലഭ്യമാകുന്ന വിവരം, നമുക്ക് ലഭ്യമാകുന്ന ആത്മീയതയും എന്ന് പറയുന്നത് എത്രമാത്രം ത്യാഗങ്ങളിലൂടെയാണ് അവർ യേശുവിനെ ഈ ലോകത്തിലേക്ക് വരവേറ്റത് എന്നാണ്. മറിയത്തെക്കുറിച്ചും പ്രത്യേകമായി ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്ന ജോസഫിനെ കുറിച്ചുമൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ധ്യാനിക്കാറുണ്ട്. അതായത് താൻ ഭാര്യയായിട്ട് സ്വീകരിച്ച മറിയം താനുമായി സഹവസിക്കുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടപ്പോൾ അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ടാണ് ജോസഫ് തുനിഞ്ഞത്. അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് അവൻ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അവൻ ഉറങ്ങിക്കിടന്നപ്പോഴാണ്, സ്വപ്നത്തിലാണ് അങ്ങനെ ചിന്തിച്ചതെന്നാണ്. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ഇതൊരു സ്വപ്നമാണ്. ഇങ്ങനെ ജോസഫിന് ഉറങ്ങുവാനായിട്ട് സാധിക്കുമോ? അതായത് താൻ വിവാഹം ചെയ്ത് തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിച്ച ആ വ്യക്തി താനുമായിട്ട് സഹവസിക്കുന്നതിന് മുമ്പ് ഗർഭിണി ആയി എന്ന് പറയുമ്പോൾ ഏതൊരു പുരുഷനാണ് നന്നായിട്ട് ഉറങ്ങുവാനായിട്ട്, അത് സ്വപ്നം കണ്ട് ഉറങ്ങുവാനായിട്ട് സാധിക്കുക? ആയതിനാൽ ഇവൻ ജോസഫ് ഇവിടെ ആലോചിച്ചുകൊണ്ട് കിടന്നു എന്നോ അല്ലെങ്കിൽ ധ്യാനിച്ചുകൊണ്ട് കിടന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്, രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കുവാനായിട്ട്. ഇനി അവളെ ഉപേക്ഷിക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഉണ്ണി യേശുവിനെ തന്നെയാണ് ഉപേക്ഷിക്കുന്നത്. ഒപ്പം തന്നെ പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തെയാണ് ഉപേക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുക്കം കൂട്ടുമ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ ധ്യാനിക്കേണ്ട വിഷയം ഇത് തന്നെയാണ്. ബാക്കിയുള്ള ബാഹികമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ട്, നല്ല കാര്യമാണ്, അതെല്ലാം ആവശ്യമാണ്. എന്നിരുന്നാലും ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാണ്. നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നീ നേടിയിട്ടുണ്ടാവാം, ഒരുപാട് കോട്ടങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാം, ഒരുപാട് കുറവുകൾ ഉണ്ടാവാം, ഒരുപാട് നിറവുകൾ ഉണ്ടാവാം. അവയെല്ലാം ഹൃദയത്തിൽ ഏന്തിക്കൊണ്ട് നീ അവയെ മുറുകെ പിടിച്ചിരിക്കുകയാണോ? നിൻ്റെ ചിന്തകളെ തന്നെ, നിൻ്റെ സ്വകാര്യ ജീവിതത്തെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ലയോ ഈ ഉണ്ണി ഈശോ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ കുടുംബത്തിൽ പിറക്കുവാനായിട്ട് ഞാൻ അവനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അവനെ സ്വാഗതം ചെയ്യുവാനായിട്ട് വരുന്ന ഈ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ
എനിക്ക് നൽകപ്പെടുന്ന ഈ ആത്മീയതയിലൂടെ, വചനത്തിലൂടെ, ഒപ്പം തന്നെ കൗദാശിക ജീവിതത്തിലൂടെ എനിക്ക് നൽകുന്ന ഈ ആത്മീയത, അവനെ സ്വീകരിക്കുവാനായിട്ട് ഒരുക്കം കൂട്ടുക, തിടുക്കം കൂട്ടുക എന്നുള്ള ആത്മീയത ഞാൻ കൂടുതലായിട്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ത്യാഗങ്ങളും പരിശ്രമങ്ങളും ഒക്കെ ജീവിതത്തിൽ ആവശ്യമായിട്ടില്ലേ? അവയെല്ലാം നീ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകുന്നുണ്ടോ? ഇവിടെ ജോസഫ്, വിശുദ്ധ ഔസേ പിതാവ് ഉറങ്ങിക്കൊണ്ട് കിടന്നിട്ട് അവൻ നിദ്രയിൽ നിന്നും ഉണർന്ന്, ധ്യാനത്തിൽ നിന്നും ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞതുപോലെ, സ്വപ്നത്തിൽ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ, ഇന്നുകളിലെ നമ്മുടെ ജീവിതത്തിൽ തിരുവചനങ്ങളിലൂടെയാണ്, ഒപ്പം കൗദാശിക ജീവിതത്തിലൂടെയൊക്കെയാണ് നമുക്ക് ദൈവപിതാവിൻ്റെ പ്രേരണ നമുക്ക് ലഭിക്കുന്നത്. ആ പ്രേരണ ലഭിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകുന്നുണ്ടോ? നീ എല്ലാത്തിലും ഉപരിയായിട്ട് ദൈവത്തെയാണ് സ്നേഹിക്കേണ്ടത്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ നീ അവിടുത്തെ സ്നേഹിക്കണം എന്നുള്ള ആ ദൈവത്തിൻ്റെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ എത്രമാത്രം സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അത് കൊടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നിനക്ക് നന്നായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് സാധിക്കുക? നമുക്കറിയാം, ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഇടവക പള്ളിയിലും മറ്റുള്ള ധ്യാന കേന്ദ്രങ്ങളിലും ആശ്രമങ്ങളിലെല്ലാം വൈദികർ വളരെ തിരക്കിട്ട് കുമ്പസാരിപ്പിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ കുമ്പസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ട് ജോസഫ് തൻ്റെ ഭാര്യയായ മറിയത്തെയും ഒപ്പം തന്നെ മറിയത്തിൻ്റെ ഉദരത്തിലുള്ള ശിശുവിനെയും സ്വീകരിച്ചതുപോലെ തന്നിലുള്ള എല്ലാ ചിന്തകളെയും, ദൈവഹിതത്തിനെതിരായിട്ടുള്ള ചിന്തകൾ, ഉണ്ണി യേശു നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ കുടുംബത്തിൽ പിറക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ആ ആത്മീയത പിറക്കുന്നതിന്, ആ ആത്മീയത പുനർ ആരംഭിക്കുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ മേഖലകളെയും വിശുദ്ധ ഔസേ പിതാവ് ആ നിദ്രയിൽ നിന്നും ഉണർന്ന് ആ ദൈവത്തെ സ്വീകരിക്കുവാനും ദൈവപുത്രനെ സ്വീകരിക്കുവാനും ഒപ്പം പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുവാനും എതിരായിട്ടുള്ള ചിന്തകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഈശോയെയും മറിയത്തെയും സ്വീകരിച്ചതുപോലെ നമ്മളിൽ എത്ര പേരുണ്ട് യഥാർത്ഥത്തിൽ ആത്മീയമായിട്ട് ഒരുങ്ങിക്കൊണ്ട് ഈശോയെ സ്വീകരിക്കുവാനായിട്ട്, ഒപ്പം മറിയത്തെ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട്, അതിലൂടെ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നടപ്പിലാക്കുവാനായിട്ട് എത്രമാത്രം നമ്മൾ തിടുക്കം കൂട്ടുന്നു എന്നുള്ളതാണ്. ഇതായിരിക്കണം യഥാർത്ഥമായിട്ടുള്ള ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും ഈ തിരുവചനം വായിച്ച് ധ്യാനിക്കുമ്പോഴും നമുക്കെല്ലാവർക്കും പിതാവായ ദൈവത്താൽ പ്രേരണ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മറ്റുള്ളവയെല്ലാം ഉപേക്ഷിച്ചാലും ഉണ്ണി യേശു നൽകുന്ന ഈ ആത്മീയത, ക്രിസ്മസ് നൽകുന്ന ആത്മീയത ദൈവത്തെ ഹൃദയത്തിലും ഭവനത്തിലും പിറക്കുവാനായിട്ട് അനുവദിക്കാനായിട്ട് ഉള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രകടമാക്കിക്കൊണ്ട് ഏറ്റുപാടാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങള എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കു മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും
സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരി കന്യാമറിയത്തിൽ നിന്നൂറുഹായ ധന്യ ശരീരമെടുത്തു നരന പന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ ഈ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറി ഇരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥ്യനും പൂജ്യനും ആകും റൂഹായി. വേദപ്രവാചകൻ മാർവഴിയല്ല നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റം ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കത്തോലിക്ക അപ്പോസ്തോലിക്ക സഭയിൽ പാപവിമോചനം ഏകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർക്കുള്ളൊരു ഈർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റം ഉറപ്പായിഹത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. ആ ആ ആ പ്രിയ സഹോദരേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനം ഭക്തിയാദരപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യം കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് യാചിക്കാം. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനും ഹൃദയം നുറങ്ങിയവരെ സുഖപ്പെടുത്തുവാനും അവിടുന്ന് ലോകത്തിലേക്ക് വന്നതുപോലെ നമ്മുടെ ഈ കാലയളവിലും സകല അഗതികൾക്കും അവിടുന്ന് രക്ഷ പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്നേഹപിതാവായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലിയോ പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജെയിംസ് ആനാപ്പറമ്പിൽ പിതാവിനെയും എല്ലാ വന്യ വൈദികരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. മാനവരക്ഷയ്ക്കായി
ലോകത്തിലേക്ക് കടന്നു വന്ന ദൈവപുത്രനായി യേശുവിൻ്റെ പിറന്നാളിനായി ഒരുങ്ങുന്ന ഈ ആഗമനകാലത്തിൽ തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികൾക്ക് പ്രത്യാശ പകരുവാനും നിത്യരക്ഷയുടെ പ്രതീക്ഷ ഉണർത്തുവാനും തിരുസഭയ്ക്ക് അനുഗ്രഹങ്ങളും ശക്തിയും നൽകണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, നാഥയാചന നൽകണമേ. പുത്തൻ പ്രതീക്ഷകൾ ഉണർത്തുന്ന ഈ ആഗമനകാലത്തിൽ ഉണ്ണീശോയെ സ്വീകരിക്കാനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമെന്നും നിർമ്മലമായ ഹൃദയത്തോടെ പരസ്പരം ക്ഷമിച്ചും സ്നേഹിച്ചും ജീവിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമെന്നും കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, നാഥയാചന നൽകണമേ. യുദ്ധക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർ, ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവർ, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങൾ, സർവപരിപാലകനായ ദൈവമേ, ഈ സഹോദരങ്ങളുടെ മേൽ കരുണ ചൊരിയണമെന്നും രാജ്യങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, നാഥയാചന നൽകണമേ. വിനയത്തിന്റെ മാതൃക സ്വന്തം ജീവിതത്തിലൂടെ പകർന്നു നൽകിയ ഈശോയെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലും എളിമയിൽ ജീവിക്കുവാനും ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞ് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, നാഥയാചന നൽകണമേ. വളർന്നു വരുന്ന കുഞ്ഞുമക്കളും യുവതലമുറയും തങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ മാതൃകയായി കണ്ട് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, നാഥയാചന നൽകണമേ. മരണം മൂലം ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവരുടെ പാവങ്ങളും കറകളും നീക്കി അങ്ങേ കരുണ അവരിൽ വർഷിച്ച് അവരെ നിത്യാനന്ദത്തിന് അർഹരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, നാഥയാചന നൽകണമേ. ഒരു നിമിഷം അവനുമായി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ രക്ഷയേകുന്ന ഈ ബലിപീഠത്തെങ്കിലേക്ക് വിശ്വാസത്തോടെ നമുക്ക് സമർപ്പിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് എല്ലാവരെയും രക്ഷിക്കുകയും ആരും തന്നെ നശിച്ചു പോകരുതെന്ന് അഭിലാഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. സമാധാനപൂർണമായ അങ്ങേ പരിപാലനത്താൽ ലോകഗതി നയിക്കപ്പെടുവാനും അങ്ങേ സഭ പ്രശാന്തമായ ഭക്തിയാൽ സന്തോഷിക്കുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്ന ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഹൃദയതാലത്തിൽ കാഴ്ചയേകാനാ വരുന്നിതാരങ്ങൾ സ്വീകരിക്കണമേ. ഹൃദയതാലത്തിൽ കാഴ്ചയേകാനാ വരുന്നിതാരങ്ങൾ സ്വീകരിക്കണമേ. നിറയുമീ കാസയിൽ ഉയരുമീ പീലാസയിൽ ഏഴയാമൻ ആത്മവ്യഥകൾ സമർപ്പിക്കുന്നു. നിറയുമീ കാസയിൽ ഉയരുമീ പീലാസയിൽ ഏഴയാമൻ ആത്മവ്യഥകൾ
സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥ സർവവും കാഴ്ചയേകാൻ. സ്വീകരിക്കണമേ നാഥ സർവവും കാഴ്ചയേകാൻ. ഹൃദയതാലത്തിൽ കാഴ്ചയേകാനാ വരുന്നിതാ ഞങ്ങൾ. സ്വീകരിക്കണമേ. സഹോദരൻ്റെയും നിങ്ങളുടെയും പേരിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേക്ക് സമർപ്പിക്കുവാനായി അങ്ങ് കാരുണ്യപൂർവ്വം നൽകുകയും അങ്ങേ ശക്തിയാൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യമായി അങ്ങ് മാറ്റുകയും ചെയ്യുന്ന അങ്ങേ സഭയുടെ ഈ കാഴ്ചദ്രവ്യങ്ങൾ സമൃദ്ധിയോടെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കന്യകാ മാതാവ് അവാച്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംവഹിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടി പുകഴ്ത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതകൾ ആലപിക്കുന്നവരുമായി കാണാനും തൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവം ഒരുങ്ങുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അതിശയന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി
ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്ന ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടി നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പ്രവേശിക്കാൻ ഞങ്ങളെ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടി, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപോത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങളുടെ താതാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിയിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച്
ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല, പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവ് നിന്നോട് അരുൾ ചെയ്തവ നിറവേറുമെന്ന് വിശ്വസിച്ച നീ അനുഗ്രഹീതയാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യരഹസ്യത്തിലുള്ള പങ്കുചേരൽ അങ്ങേ ജനത്തിന് നിരന്തര സംരക്ഷണമാകട്ടെ. അങ്ങേ പ്രഭാവത്തിന് വിധേയമായി സമ്പൂർണ്ണ ഭക്തി വഴി ആത്മശരീരങ്ങളുടെ സമൃദ്ധമായ രക്ഷ അവർ സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. കർമ്മല സുമമേ, നിർമ്മല സുമമേ, നിത്യവിശുദ്ധേ, കർമ്മലറാണി, നിർധരരാകും നിൻ സുതരിവരിൽ എന്നും